ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ആനുവൽ എക്സാം ആണ് EVSൻ്റെ. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ആക്ടിവിറ്റി 1, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്. Don't you know that plants around us are classified into herbs, shrubs and trees? Complete the table on the basis of their features. അപ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മുടെ ചുറ്റിലുള്ള പ്ലാന്റ്സ് 3 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് മിസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതണം. അപ്പോൾ ഹെർബ്സ് നോക്കുകയാണെങ്കിൽ ഹെർബ് സ്റ്റെം ഈസ് സോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, നോട്ട് സോ ടോൾ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? സ്റ്റെം ഈസ് സോഫ്റ്റ്. ഇനി ഷ്രബ് ആണെങ്കിൽ എന്തായിരിക്കും? ഹാർഡ് സ്റ്റെം ആയിരിക്കും. വേറെ ഒന്നും കൂടി എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മീഡിയം സൈസ് പ്ലാന്റ് ആണ്. നെക്സ്റ്റ് ട്രീസ് എഴുതണം. ട്രീസ് എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ബിഗ് ആണ്, ടാൾ ആണ്, വെരി ഹാർഡ് സ്റ്റെം ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ എന്താണ്? വെള്ളത്തിൽ നിൽക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ്? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ പ്ലാന്റ് ഗ്രോ ഇൻ വാട്ടർ ആർ ഡു നോട്ട് റോട്ട്. എന്താണ്? വെള്ളത്തിലുള്ള പൂവെന്ന ചീയൊന്നുമില്ല. സ്റ്റെം എന്തായിരിക്കും? വളരെ ലോങ് ആയിരിക്കും. ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫേസ്. അപ്പോൾ വെള്ളത്തിൻ്റെ സർഫസിൽ ഈ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ലീവ്സ് ഹാവ് വാക്സി കോട്ടിങ്. ഒരു മെഴുകിൻ്റെ ഒരു കോട്ടിങ് ലീവ്സിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ. അപ്പോൾ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. ഒരു പ്ലാന്റിന് സോയിലിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത് റൂട്ടാണ്. അത് കറക്റ്റാണ്. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ പ്ലാന്റ്സും ബ്ലൂം ചെയ്യോ? ഇല്ല, അത് തെറ്റാണ്. സ്റ്റെം പ്രിപ്പയർസ് ദ ഫുഡ് നീഡർ ഫോർ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് സ്റ്റെം ആണ്. അത് തെറ്റാണ്. ദെൻ ലാസ്റ്റ് വൺ, ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ എ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. എന്താണ്? എല്ലാ ഫ്ലവേഴ്സും, പ്ലാന്റിൽ ഉണ്ടാവുന്ന എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട് ആവില്ല. അത് കറക്റ്റാണ്. അപ്പോൾ 1ാമത്തെയും 4ാമത്തെയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. നോ അവർ ഫുഡ്. അമ്മു പ്രിപ്പയർഡ് ദ ഫോളോയിങ് ടേബിൾസ് ടു ക്ലാസിഫൈ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീരിയൽസ്, ഇതിൻ്റെ അടിയിൽ ഓരോരോ സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുത്തു ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സിൽ ഏതൊക്കെ വരും? ഗ്രേപ്സ് വരും, ഓറഞ്ച് വരും, ദെൻ ആപ്പിൾ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വെജിറ്റബിൾസിൽ ഏതൊക്കെ വരും? ലേഡീസ് ഫിംഗർ വരും, ക്യൂക്കമ്പർ വരും, ദെൻ അടുത്തത് എന്താ? ബ്രിഞ്ചാൾ വരും. ഇനി നെക്സ്റ്റ് സീരിയൽസിൽ എന്തൊക്കെയാണ് വരിക? സീരിയൽസിൽ റൈസ് വരും, ദെൻ മെയ്സ് വരും, ദെൻ പിന്നെ ഏതാ? വീറ്റ് വരും. അപ്പോൾ അതാണ് നമ്മൾ 3 ഹെഡിങ് ആയി കൊടുത്തിട്ട് അതിൻ്റെ താഴെ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വൈ ഡു വി ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? പ്രിപ്പയർ നോട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഡെയിലി കഴിക്കുന്ന നമ്മുടെ ഡയറ്റിൽ, നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വി ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം ഇൻ അവർ ഡയറ്റ് ഫോർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രിവെൻറ്റ് ഡിസീസസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ടു ഗെറ്റ് എനർജി ടു വർക്ക്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ പലതരത്തിലുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്.
വെറൈറ്റി ക്ലോത്തിങ് ആണ്. തനു ആൻഡ് ഹിസ് ഫാദർ കെയിം ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ് ടു ബൈ ക്ലോത്ത്സ്. അപ്പോൾ ക്ലോത്ത്സ് മേടിക്കാൻ വേണ്ടി തനുവിൻ്റെ ഫാദറും കൂടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. ഓക്കെ, സമ്മർ സീസൺ ഈസ് കമ്മിങ്. അപ്പോൾ സമ്മർ സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ? അങ്ങനെയാണെങ്കിൽ സമ്മർ സീസണിൽ ഒന്നും കൂടി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഏതാണ്? ഏത് ക്ലോത്താണ്? കോട്ടൺ ക്ലോത്ത് ആണ്. കോട്ടൺ ആണ് സമ്മറിൽ ഒന്നും കൂടി നല്ലത്. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. Write the features of clothes you wear in summer season. അപ്പോൾ നമ്മൾ സമ്മർ സീസണിൽ ഇടുന്ന ഡ്രസ്സിൻ്റെ പ്രത്യേകതകൾ, അതായത് കോട്ടൺ ഡ്രസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്ലോത്ത് ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. മോയ്സ്ചർ ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. ലൈറ്റ് കളർ ഡ്രസ് ഷുഡ് ബി വോൺ. നമ്മൾ എന്ത് തരം ഡ്രസ്സാണ് സമ്മർ സീസണിൽ ഇടുക? ലൈറ്റ് കളർ ഡ്രസ്സാണ്. ലൂസ് ക്ലോത്തിങ് ഷുഡ് ബി വോൺ. എന്താണ്? നമ്മൾ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ് സാധാരണ സമ്മർ സീസണിൽ ഇടാറ്. ഇനി നെക്സ്റ്റ്, വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദ ഫർ ഓഫ് ഷീപ്പ്? Which dress is made using the fur of sheep to survive cold? അപ്പോൾ കോൾഡിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീപ്പിൽ നിന്ന് ഏത് ക്ലോത്താണ് ഉണ്ടാക്കുക? ഏതാണ്? വൂളൻ ക്ലോത്ത്സ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4 നോക്കി നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്. ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ്സ് എന്നാണ്. അപ്പോൾ കാർപ്പൻട്രി, ടൈലറിങ്, കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്, ടാപ്പിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് ബേസ്മെൻറ്റ്, സോവിങ്, പ്ലാസ്റ്ററിങ്. അപ്പോൾ ഇതിലൊരു വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് എന്തൊക്കെയാണ്? കാർപ്പൻട്രി ഉണ്ട്, carpentry, construction of walls, construction of basement, then plastering. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. വാട്ട് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ? സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുക? എന്താണ്? പ്രൊവൈഡ്സ് നോളജ് ആൻഡ് വിസ്ഡം. നോളജും അതുപോലെ വിസ്ഡവും കിട്ടും. അതുപോലെ പ്രൊവൈഡ്സ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ. എല്ലാവർക്കും എന്താണ്? എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കും. ഇനി നെക്സ്റ്റ് ടിക്ക് മാർക്ക് ഇടാനാണ്. Put a tick mark against the public institution that helps in money transaction. അപ്പോൾ മണി ട്രാൻസാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ലൈബ്രറി, ബാങ്ക്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ബാങ്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് 5ാമത്തെ ആക്ടിവിറ്റി ആണ് മൈ ലാൻഡ് കേരള. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള, ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗിവൻ ഡിസ്ട്രിക്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താണ് നമ്മുടെ മാപ്പിൻ്റെ ഫിഗർ? കേരള മാപ്പിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ഓരോ ഡിസ്ട്രിക്റ്റും അതിൻ്റെ ഫീച്ചേഴ്സും എഴുതുക. അപ്പോൾ കാസർഗോഡ് തന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടക. അപ്പോൾ ഇടുക്കി നമുക്ക് എന്ത് എഴുതാം? ദി ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ദ ബൗണ്ടറീസ് വിത്ത് തമിഴ്നാട്. പാലക്കാട് എന്താ? ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരളയാണ്. തിരുവനന്തപുരം എന്താ? ക്യാപിറ്റൽ ഓഫ് കേരളയാണ്. ഇനി നെക്സ്റ്റ്, വിച്ച് ഡിസ്ട്രിക്ട് ഈസ് കേരള ഈസ് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്? അപ്പോൾ ചുറ്റിലും ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ്? കോട്ടയമാണ്. ഇനി നെക്സ്റ്റ്, ഐ ആം ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഹു ഐ ആം? ആരാണ്? ആലപ്പുഴയാണ്. ഇനി അടുത്ത 6ാമത്തെ ആക്ടിവിറ്റി, water and soil. Different features of soil are given below. There is air in the soil. അപ്പോൾ എന്താ? സോയിലിൻ്റെ പല പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. സോയിലിന് എയർ ഉണ്ട്, ബയോമാസ്, സോയിലിന് ബയോമാസ് ഉണ്ട്, വെള്ളത്തിൻ്റെ അംശമുണ്ട് സോയിലിൽ. അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ടു പ്രൂവ് ദാറ്റ് ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട് എന്നത് പ്രൂവ് ചെയ്യാനായിട്ടൊരു
എക്സ്പെരിമെന്റ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയിം എന്താ? പ്രൂവ് ദാറ്റ് ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ. അപ്പോൾ എയിം എന്താ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ അതിന് ആ എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഗാർഡനിൽ നിന്ന് കുറച്ച് മണ്ണ് വേണം, ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലും വേണം. ഇനി മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് സം ഗാർഡൻ സോയിൽ ഇൻ എ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് ഗാർഡൻ സോയിൽ എടുക്കുക. ക്ലോസ് ദ ബോട്ടിൽ ടൈറ്റ്ലി ആൻഡ് ലീവ്സ് ഇറ്റ് ഇൻ ദ സൺ ഫോർ സം ടൈംസ്. ആ ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് അത് കുറച്ച് നേരം വെയിലത്ത് വെക്കുക. അപ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ? സ്മോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ സീൻ ഇൻസൈഡ് ഓഫ് ദ ബോട്ടിൽ അലോങ് ദ എഡ്ജസ്. അപ്പോൾ എന്താണ്? ഈ കുപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ വെള്ളത്തിൻ്റെ ഓരോ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുക? ഇൻഫറൻസ് എന്താ? സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. സോയിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. when exposed to sun, the water in the soil evaporates and cool on inside of plastic bottle turning into water droplets. അപ്പോൾ എന്താണ്? നമ്മൾ ഇത് വെയിലത്ത് വെക്കുമ്പോൾ എന്താണ്? അതിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തു, പക്ഷെ അതെന്താണ്? അതിൽ തന്നെ കൂളായിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. ഇനി എന്താ? ആസ് പാർട്ട് ഓഫ് ദ സ്റ്റഡി ട്രിപ്പ് ടു സോയിൽ ടെസ്റ്റിംഗ് ലാബ്, അമ്മു ആൻഡ് ഫ്രണ്ട്സ് സോ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേഡ് ഓൺ ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാബ്. അപ്പോൾ ലാബിൽ പോയപ്പോൾ അമ്മു ആ ബോർഡിൽ എന്തോ കണ്ടു, അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വി ക്യാൻ ഓൺലി സർവൈവ് ഇഫ് ദ സോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ആസ് അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. Prepare a poster to give awareness on the need of protecting soil. സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഹെൽത്തി സോയിൽ ഹെൽത്തി ലൈഫാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏത് പോസ്റ്റർ വേണമെങ്കിലും കൂട്ടുകാർക്ക് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.